നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ന്യായമല്ലാത്ത നിലപാട്. ലോ അക്കാദമി പ്രശ്നത്തിൽ മൗനം പാലിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കോളേജിന്റെ കൈവശമുള്ള അനധികൃത ഭൂമി സർക്കാർ ഏറ്റെടുക്കില്ല. CP രാമസ്വാമി അയ്യരുടെ കാലത്ത് നടന്ന ഭൂമി കൈമാറ്റത്തെ പറ്റി പരിശോധിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അക്കാദമിയിൽ തുടരുന്ന വിദ്യാർത്ഥി സമരം സർക്കാരിനെ വേവലാതിപ്പെടുത്തിയിട്ടില്ലെന്നും പിണറായി. ആത്മഹത്യ ചെയ്ത പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയുടെ വീട് മുഖ്യമന്ത്രി സന്ദർശിക്കില്ല. കോളേജിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും സംഭവത്തിൽ വേണ്ടതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ടെന്നും വിശദീകരണം. സ്വാശ്രയ കോളേജുകളിലെ പ്രശ്നത്തിൽ സർക്കാരിനെതിരെ CPI നടത്തിയ വിമർശനം അഭിപ്രായ സ്വാതന്ത്ര്യമായി കാണുന്നുവെന്നും പിണറായി. ലോ അക്കാദമിയിലെ ഭൂമി കയ്യേറ്റത്തിൽ അന്വേഷണമില്ലെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അപലപനീയമെന്ന് VM സുധീരൻ. ക്രമക്കേട് കണ്ടെത്തിയ റവന്യൂ മന്ത്രിയേക്കാൾ മുഖ്യന് പ്രിയം അക്കാദമി മാനേജ്മെന്റിനോട്. പിണറായിയുടേത് മുഖ്യമന്ത്രി പദത്തിന് യോജിക്കാത്ത നിലപാടെന്നും KPCC അധ്യക്ഷൻ. തലവര തേടുന്ന തത്ത. വിജിലൻസ് ഡയറക്ടർക്കെതിരെ നടപടി സൂചന വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി. ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ചില കാര്യങ്ങൾ ശരി. നടപടി ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന്മേൽ നിയമോപദേശം തേടിയത് ചില വിഷയങ്ങളിൽ വ്യക്തത വരുത്താനെന്നും മുഖ്യമന്ത്രി. അഴിമതി ആരു നടത്തിയാലും സർക്കാർ സംരക്ഷിക്കില്ല. അഴിമതി മൂടിവെക്കുന്ന നിലപാടും സർക്കാരിനില്ല. ജേക്കബ് തോമസിനെ സർക്കാരിന് ഇപ്പോഴും വിശ്വാസമെന്നും വിശ്വാസം നഷ്ടമായവർ വിജിലൻസ് സ്ഥാനത്ത് തുടരില്ലെന്നും കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പിണറായി. അഴിമതി ആരോപണത്തിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയത് ഇന്നലെ. പ്രശ്നത്തിൽ സർക്കാർ നിലപാട് പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശത്തിന് ശേഷം. ശശികല മുഖ്യമന്ത്രി പദത്തിലേക്ക്. DMK ജനറൽ സെക്രട്ടറി ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്ന് സൂചന. വിഷയം ചർച്ച ചെയ്യാൻ AIADMK MLA-മാരുടെ നിർണായക യോഗം നാളെ. ശശികലയെ മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ച് പാർട്ടി പ്രമേയം പാസാക്കുമെന്നും റിപ്പോർട്ട്. ശശികല മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് മന്ത്രിമാർ അടക്കമുള്ളവർ നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 9-നോ 12-നോ ശശികലയുടെ സത്യപ്രതിജ്ഞ നടക്കാനും സാധ്യത. ജയലളിതയുടെ മരണത്തെ തുടർന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തോഴി ശശികലയെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ഡിസംബർ 29-ന്. ഉപരോധത്തിന്റെ കുരുക്ക്. മിസൈൽ പരീക്ഷണം നടത്തിയ ഇറാനുമേൽ വീണ്ടും അമേരിക്കൻ ഉപരോധം. പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം ഇറാനെതിരെ കർശന നടപടി വേണമെന്ന പ്രമുഖ സെനറ്റർമാരുടെ ആവശ്യത്തെ തുടർന്ന്. ഉപരോധം ഏർപ്പെടുത്തിയത് മിസൈൽ സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും വികസിപ്പിച്ച സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേറ്റതിനു പിന്നാലെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയത് കഴിഞ്ഞ 29-ന്. ഇറാന്റെ ആണവായുധ പരീക്ഷണം ഐക്യരാഷ്ട്ര രക്ഷാസമിതി പ്രമേയത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് US സെനറ്റർമാർ. വിഷയം ചർച്ച ചെയ്യാൻ രക്ഷാസമിതി അടിയന്തര യോഗം ചേരണമെന്നും ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.